ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കഴിഞ്ഞ സൺഡേയിൽ ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഒരു കല്യാണത്തിന് പോകുവാണ്. ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കല്യാണം. റിലേറ്റീവ്സിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ കൊച്ചാപ്പയുടെ മകൻ്റെ മകളുടെ കല്യാണമാണ് കേട്ടോ. ആലപ്പിയിലെ ക്യാംബ്ലറ്റ് ഹോട്ടൽ വെച്ചിട്ടായിരുന്നു കല്യാണം. എന്നാൽ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാവേ. സംസാരം കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാം. അതിൻ്റെ ആ ഒരു നാച്ചുറൽ സൗണ്ടിൽ തന്നെ വീഡിയോ കാണാം. സംസാരം ഇനി കുറച്ച് മാത്രം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബൊഫയായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയും പിന്നെ മട്ടൺ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഇക്കയുടെ മകളുടെ കല്യാണമായിരുന്നു കേട്ടോ. മാഷാഅല്ലാ, അടിപൊളി ഒരു കല്യാണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശേഷം താഴെ വന്ന് ടീ ഒക്കെ കുടിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പിന്നെ പോയത് ആലപ്പിയിലെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ വീടാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്. എൻ്റെ മോന് 1 വയസ്സുള്ളപ്പോൾ വെച്ച വീടാണ്. ഇപ്പോൾ ഇന്ന് വീടിന് 12 വയസ്സ് പ്രായമുണ്ട്. ഇത് ഇപ്പോൾ വേറെ ആൾക്കാർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അവിടെ താമസിക്കുന്ന ഫാമിലിയാണ് കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ വീട് വെച്ച ശേഷം 1.5 വർഷത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. പിന്നെ ഹസ്ബൻഡ് സൗദിയിലേക്ക് പോയി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഇക്കയുടെ വീട്ടിലുമൊക്കെ ആയിരുന്നു നിന്നത്. അധികം താമസിയാതെ തന്നെ ഞങ്ങളെയും ഇക്ക സൗദിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നെ എനിക്കും അവിടെ ജോലിയൊക്കെ ആയി. കുറേ വർഷം മാഷാഅല്ലാ ഞങ്ങൾ അങ്ങനെ അവിടെയായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ 2 തവണ ഉംറയൊക്കെ ചെയ്യാൻ സാധിച്ചു. അതാണ് അവിടെ പോകാൻ പറ്റിയതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ തിരികെ വന്നു. പിന്നെ തിരികെ പോകാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂരിലെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ 3 വർഷത്തോളം താമസിച്ചു. അവിടെ 3 വർഷത്തോളം റെൻറ്റിനായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ വീട് മേടിക്കാൻ സാധിച്ചു. ഇപ്പോൾ 2 വർഷത്തോളമായി മാഷാഅല്ലാ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി പിന്നെ പോകുന്ന വഴി എനിക്ക് ഒരു ഫാൻസി ചെരുപ്പ് മേടിച്ചു. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു. ശേഷം വീട്ടിലേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.